മോർണിംഗ്. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ടാവും ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഇട്ടത് ഒരാഴ്ച മുമ്പേ അപ്ലോഡ് ചെയ്തതായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുമില്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെന്നാ ഒരു സൺഡേ വ്ളോഗായിട്ട് ഇടാന്ന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 5 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇന്ന് വൃശ്ചിക മാസമൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ നോൽമ്പൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ വിചാരിച്ച് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ വ്ളോഗ് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പം ഞാൻ റെഡിയായി. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6 മണി ആയിട്ടുണ്ടാവില്ല, 6 മണി ആവുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ മാങ്കാവുള്ള വയനാട് ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഇപ്പം വെളിച്ചൊന്നും വന്നില്ല, ഇരുടന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് പാലായി വെച്ചിട്ട് അവൾ വണ്ടി ആയിട്ട് വരും. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ അവളെ വണ്ടിക്കാണ് പോകുന്നത്. ഞാൻ എൻ്റെ വണ്ടി മേത്തോട് താഴെ നിർത്തി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ മഞ്ജിമ വണ്ടി എടുത്തിട്ട് അവിടേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ രണ്ടുപേരും 2 വണ്ടിയിലായിട്ട് പോകേണ്ട വെച്ചിട്ടാണ് ഒരു വണ്ടി എടുത്തത്, ഒരു വണ്ടിയാണ് നിർത്തി വെച്ചത് കേട്ടോ. അപ്പോൾ മേത്തോട് താഴത്തുനിന്ന് കുറച്ച് ദൂരമുള്ള വയനാട് അമ്പലത്തിലേക്കുള്ളത്. അങ്ങനെ അമ്പലത്തിലെത്തി ഉള്ളിൽ കയറിയപ്പം ഉള്ളിൽ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല, അതാട്ടോ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഉള്ളിൽ കയറിയപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം വൃശ്ചിക മാസമൊക്കെ തുടങ്ങിയതിനെ കൊണ്ട് കുറേ പേര് മാലിടുന്നവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കുറേ സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു അകത്ത്. അപ്പോൾ തൊഴാനാണെങ്കിലും കുറേ ടൈം വരിയൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ തൊഴുതത് കേട്ടോ. ഇറങ്ങിയാൽ ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് തന്നെ പ്രസാദൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവും കറി എന്താ ഒരു ചട്നി പോലത്തെ എന്തോ കറിയാന്ന് തോന്നുന്നു. എനിക്ക് കറി ഞാൻ അങ്ങനെ കൂട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താ കറി എന്നുള്ളത്. ചട്നി ഞാൻ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പോയിട്ട് കുറച്ച് നേരം അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ കുറേ പേര് നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വേറൊരു ശിവക്ഷേത്രം വരുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. അവിടെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ മേത്തോട് താഴത്ത് തന്നെ ഞാൻ വണ്ടി നിർത്തി വെച്ച അവിടെ വേറൊരു അമ്പലം ഉണ്ട് കേട്ടോ, ബയക്കാവ് പറഞ്ഞിട്ടുള്ള. അപ്പം അവിടെയും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, മഞ്ജിമ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാട്ടോ ഞങ്ങളത് കണ്ടത്. അങ്ങനെ പിന്നെ അധികം വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല. തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വീട്ടിലെത്തി. ഞങ്ങൾ 3 അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളയനാടും പിന്നെ വളയനാട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെയും പോയി. പിന്നെ വരുന്ന വഴിക്ക് മേത്തോട്ട് താഴെ ഒരു ബയക്കാവ് കാണിട്ടുള്ള ഒരു അമ്പലമുണ്ട്, അപ്പോൾ അവിടെയും പോയി. അങ്ങനെ 3 അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ വീട്ടിലെത്തി. ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു. പക്ഷേ എനിക്ക് അതിനുശേഷം ഒരൊറ്റ വീഡിയോസ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ തന്നെ ഓഫായി പോവാണ്. സ്റ്റോറേജ് ഫുള്ളായതിനെക്കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിന് മുമ്പേ എടുത്ത വീഡിയോസ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ എൻ്റെ ഗാലറിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അമ്പലത്തിൽ പോയപ്പോഴാണെങ്കിൽ ഞാൻ കുറേ ടൈം വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളായി പോയത്. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ആക്കി വരുമ്പോഴത്തേക്കൊരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഫോണിൻ്റെ ചാർജ് തീർന്ന്, പിന്നെ ചാർജിലൊക്കെ ഇട്ട്, പിന്നെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇന്ന്. അപ്പോൾ കറണ്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കറണ്ട് ഇപ്പം നേരം വന്ന് ചാർജിലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു സൺഡേ വ്ളോഗ് എനിക്ക് കാണിച്ചു തരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം കുറച്ച് ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ അങ്ങനെ എന്തോ ഉള്ളൊരു വ്ളോഗ് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇട്ടത്. അപ്പോൾ അത് അത്ര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, സബ്സ്ക്രൈബ്. അടുത്ത പ്രാവശ്യം ഞാൻ നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പ്രാവശ്യം എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിപ്പോയി, സോറി. പിന്നെന്താ, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാൻ വരുന്നത് വേറൊരു കാര്യമായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ യൂട്യൂബിൽ വൈറൽ ഫേസ് പാക്ക് ആയിട്ട് വന്നൊരു സംഭവം ഞാൻ ഇപ്പോഴാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എനിക്കത് ട്രൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് എൻ്റെ സ്കിന്നിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ഡ്രൈ ആയി കിടക്കുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിഞ്ഞൂടെ, ഇവിടെയൊക്കെ ഇങ്ങനെ തൊലി പോരല്ല, പക്ഷേ തൊടുമ്പോഴൊക്കെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഫേസ് മാസ്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവരും എന്തായാലും കാണണം, ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത പ്രാവശ്യം എന്തായാലും നല്ലൊരു വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്ന് പറ്റിയ തെറ്റിന് ഞാൻ സോറി പറയുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.